ബീഹാറിൽ വലിയൊരു പരാജയം BJP മണക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം തീർച്ചയായും അവിടെ ഭരിക്കുന്ന സർക്കാരിനെതിരായ ജനവികാരമുണ്ട്. BJP പിന്തുണയ്ക്കുന്ന സർക്കാരാണ് അവിടെ JDU സർക്കാരാണ് ഭരിക്കുന്നത്. നിതീഷ് കുമാറിന്റെ സർക്കാരിനെതിരായുള്ള വികാരം വലിയ തോതിൽ വോട്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. രണ്ടാമത്, രാഹുൽ ഗാന്ധി ബീഹാറിലൂടെ നടത്തിയ യാത്ര, അതിന് അവിടുത്തെ RJD സംവിധാനം ആകെ തന്നെയും ലാലു പ്രസാദ് യാദവിന്റെ മകനടക്കമുള്ള സംവിധാനങ്ങൾ അതിന് പിന്തുണ നൽകി. രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കണം എന്നാണ് RJD നേതാവിന്റെ മകൻ പ്രഖ്യാപിച്ചത്, ലാലുവിന്റെ മകൻ. അതിനർത്ഥം അവർ തമ്മിലുള്ള സഖ്യം വളരെ ശക്തമാണ് എന്നാണ്. ഇടതുപക്ഷത്തിനും പല രീതിയിൽ വേരുകളുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ. CPI മുമ്പ് വലിയൊരു ശക്തിയായിരുന്നു. ഇപ്പോൾ CPI വലിയ ശക്തിയല്ല, പക്ഷെ CPI-ML ലിബറേഷൻ അടക്കമുള്ള കക്ഷികൾ വലിയൊരു ശക്തിയാണ്. ഇവരെല്ലാം യോജിച്ചു നിന്ന് ഇന്ത്യ മുന്നണിയായി മത്സരിച്ചാൽ അവിടെ വലിയൊരു നഷ്ടം BJPക്കും JDU-വിനും ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഈ ഘട്ടത്തിലാണ് മോഡിയുടെ അടുത്ത ഗിമ്മിക്സ് പുറത്തേക്ക് വരുന്നത്. 75 ലക്ഷം സ്ത്രീകൾക്ക് 10,000 രൂപ വീതം കൊടുക്കുക. ഇത് ഒരർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് അഴിമതി തന്നെയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുക ഇവർ, അന്നൊന്നും കൊടുത്തില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ 10,000 രൂപ കയ്യിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പച്ചയായ അഴിമതിയാണ്. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിന് മാസങ്ങളില്ല, ആഴ്ചകളേ ഉള്ളൂ. അപ്പൊ അത്രയ്ക്കും പച്ചയായ ഒരു അഴിമതിക്ക് BJPയുടെ ഒരു സർക്കാർ തയ്യാറാകുന്നത്, അല്ലെങ്കിൽ BJP പിന്തുണയുള്ള JDU സർക്കാർ തയ്യാറാകുന്നത് പരാജയ ഭീതി കൊണ്ടാണ് എന്നതിന് ഒരു സംശയവുമില്ല. അവിടുത്തെ സമവാക്യങ്ങൾ വലിയ തോതിൽ ഇവർക്ക് അനുകൂലമാവും. കഴിഞ്ഞ തവണ ഒറ്റയ്ക്കും അല്ലെങ്കിൽ BJPക്ക് പിന്തുണയ്ക്കും മത്സരിച്ച് ചില കക്ഷികൾ ഇപ്പുറത്തേക്ക് വരുന്നു. പൊതുവെ ജനവികാരം സർക്കാരിനെതിരാവുന്നു. മാത്രവുമല്ല, വോട്ട് ചോരി എന്ന മുദ്രാവാക്യം വല്ലാതെ ഏറ്റിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ നോക്കൂ, 56 ലക്ഷം വോട്ടർമാരെ ഒറ്റയടിക്ക് വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയ ആളുകളുടെ കണക്കും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. മരിച്ചു, സ്ഥലത്തില്ല, ഓടിപ്പോയി, കാണാനില്ല എന്നൊക്കെ പറഞ്ഞാൽ പുറത്താക്കിയിട്ടുള്ളത്. ഇപ്പോ അതിനെതിരെ സുപ്രീം കോടതി തന്നെ പറഞ്ഞു, പുറത്താക്കിയ ആളുകളുടെ പട്ടിക പ്രസിദ്ധീകരിക്കണം, അതിന് കാരണം പറയണം. SIR എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വർത്താനം പറഞ്ഞാൽ പോലെ. ആ കാരണം പറയാൻ എളുപ്പമല്ല. വോട്ടേഴ്സ് ലിസ്റ്റിലെ ഈ ക്രമക്കേടുകൾ ഒരു പരിധിവരെ തിരുത്താൻ കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, അവിടെ ഇന്ത്യ മുന്നണി വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി അപ്പുറത്ത് EVM-ൽ എന്തെങ്കിലും തട്ടിപ്പോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയമാണ് സുപ്രീം കോടതിയുടെ വിധി. ആ വിധി വെച്ച് അവിടുത്തെ വോട്ടർ ലിസ്റ്റ് ശരിയാക്കുകയാണ്. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അവിടെ വളരെ ദുർബലമാണ്, നമുക്കറിയാം, എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. പക്ഷെ RJD വളരെ സ്ട്രോങ് ആണ്, തേജസ്വി യാദവിന്റെ സംഘം വളരെ സ്ട്രോങ് ആണ്. അവർ രംഗത്ത് വരികയും ഒരു ഘട്ടം കഴിയുമ്പോൾ JDU, ഇപ്പോ നിതീഷ് കുമാർ ആണെങ്കിൽ പ്രായമായി നിൽക്കുകയാണ്, അദ്ദേഹം ഇനി മത്സരിക്കില്ല എന്നൊക്കെ മുമ്പ് പറഞ്ഞ അദ്ദേഹത്തിന്റെ ശേഷി ദുർബലമാവുകയും ചെയ്യുന്നു. ബീഹാറിൽ വലിയൊരു മാറ്റത്തിന് ഒരുങ്ങുമ്പോൾ അതിന് തടയിടാനുള്ള അവസാനത്തെ ശ്രമം എന്ന നിലയ്ക്കാണ് 75 ലക്ഷം പേർക്ക് 10,000 രൂപ കൊടുക്കുക എന്ന പക്ക അഴിമതി ആയ ഒരു കാര്യം BJP സർക്കാർ ചെയ്യുന്നത്. അത് ജനങ്ങൾ ആർത്ഥത്തിൽ എടുക്കുമോ എന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. ഏതായാലും BJP ഭയന്നിട്ടുണ്ട്, NDA മുന്നണി ഭയന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിനും പുറമെ RJD അവിടെ വിജയിച്ചാൽ, JDU പരാജയപ്പെട്ടാൽ ഒരു സംശയവും വേണ്ട, MP-മാര് തന്നെ കൂറുമാറാൻ തുടങ്ങും. ഇപ്പോൾ നമുക്കറിയാം, JDU-വിന്റെയും TDP, ആന്ധ്രയിലെ TDP-യുടെയും പിന്തുണ കൊണ്ട് മാത്രമാണ് മോഡി ഇന്ത്യ ഭരിക്കുന്നത്. അവരിൽ മനംമാറ്റമുണ്ടായാൽ TDP എപ്പോൾ വേണി മാറാം. കാരണം അയാൾക്ക് BJP-യുടെ സപ്പോർട്ടൊന്നും ആവശ്യമില്ല, അയാൾ വേറെ രീതിയിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ മാറിയാൽ മോഡിയുടെ മന്ത്രിസഭ തന്നെ താഴെ വീഴും. അതുകൊണ്ട് ഏത് വിധേനയും ബീഹാർ പിടിക്കുക. മാത്രമല്ല, ബീഹാർ പിടിച്ചില്ലെങ്കിൽ ബീഹാറിൽ നിന്ന് തുടങ്ങുന്നത് നമുക്കറിയാം, ഇന്ദിരാഗാന്ധി ഭരണത്തിനെതിരായി ബീഹാറിൽ നിന്നാണ് യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായത്. ഛാത്ര സംഘർഷ സമിതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജയപ്രകാശ് നാരായണന്റെ മൂവ്മെന്റ്, അങ്ങനെ ഒരു മൂവ്മെന്റ് ബീഹാറിൽ നിന്നുണ്ടായാൽ അത്
NDAയുടെ നിലനിൽപ്പിന്, BJPയുടെ നിലനിൽപ്പിന് ഭീഷണിയാവും. പല കക്ഷികളും തഞ്ചം നോക്കിയിരിക്കുകയാണ് മാറാൻ. അവർ മാറും. അങ്ങനെ വന്നാൽ ഇന്ത്യയിലെ BJP ഭരണം വലിയ തോതിൽ തകരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ബീഹാർ എങ്ങനെയും പിടിക്കാൻ ശ്രമിക്കുന്നത്. ഇത് മോഡിയുടെ 19ാമത്തെ അടവായിട്ട് നമുക്ക് കാണാൻ കഴിയും.